ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മുടെ ജോയ് ചേട്ടൻ്റെ വൈൽഡ് ബെറ്റ ഫിഷ് ഫാമിലെ ഫൈറ്റർ മീനുകളെ കുറിച്ചാണ്. അപ്പോൾ ഫൈറ്റർ വളർത്തുന്നവരും ഇനി വളർത്താൻ ആഗ്രഹമുള്ളവർക്കും ഈ വീഡിയോ ഉറപ്പായിട്ടും ഒരു ഉപകാരപ്രദമായിരിക്കും. ഫൈറ്ററുകളുടെ കുറേ കളക്ഷനാണ് നമ്മുടെ ജോയ് ചേട്ടൻ്റെ ഈ ഫാമിലുള്ളത്. കൂടുതലും തായ്വാനിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്ന നല്ല വെറൈറ്റി ഫൈറ്ററുകളാണ് ഇവിടെ ഉള്ളത്. ഇവിടുത്തെ ഒരു ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടുത്തെ മീനുകളൊക്കെ ഭയങ്കര ഹെൽത്തിയാണ്. കാരണം അത്രയും കഷ്ടപ്പെട്ടാണ് ജോയ് ചേട്ടൻ ഈ ഫൈറ്ററുകളൊക്കെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തെടുക്കുന്നത്. ഞാനൊരു ഹോബിസ്റ്റ് എന്നുള്ള നിലയിൽ ആദ്യം തുടങ്ങിയതാണ്. പിന്നെ എന്തു പറയാൻ, ഒരു ഹോബിയായിട്ട് തുടങ്ങി അത് വലിയ ലാഭകരമായ ഒരു ബിസിനസ്സായിട്ട് മാറി. കാര്യം നമ്മൾ ചെയ്യുന്നത് ക്വാളിറ്റി ഫിഷ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത് കസ്റ്റമേഴ്സിന് കിട്ടിയപ്പോൾ നല്ല ഫിഷാണെന്ന് മനസ്സിലാക്കി ഒത്തിരി ആവശ്യക്കാർ വന്നു. ഈ ആവശ്യക്കാർ വരുന്നതനുസരിച്ച് നമ്മൾ നല്ല ക്വാളിറ്റി പ്രൊഡക്ഷൻ വന്നു. അപ്പോൾ നമ്മുടെ ഫിഷിന് മാർക്കറ്റിൽ നല്ല ഡിമാൻഡായി. ആ ഡിമാൻഡ് അനുസരിച്ച് നമ്മൾ സെയിൽ ചെയ്യാൻ തുടങ്ങി, നല്ല സെയിലുമായി. ഇങ്ങനെയാണ് ഈ ഫീൽഡിലോട്ട് വരുന്നത്. ഏതൊക്കെ കളക്ഷനാണുള്ളത്? നമുക്കിവിടെ ഏതാണ്ട് 21 വെറൈറ്റി നമ്മുടെ കയ്യിലുണ്ട്. ഇതിൻ്റെ തന്നെ പല വെറൈറ്റികളെന്ന് പറയുമ്പോൾ ഒന്ന് ഹാഫ് മൂണ്, ഓവർ ഹാഫ് മൂണ്, പ്ലക്കാർഡ് വെറൈറ്റീസ്, വൈൽഡ് ബെറ്റ, ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത്. അതിൽ നമുക്ക് ഏറ്റവും ഫാസ്റ്റ് മൂവിങ്, ഏറ്റവും കൂടുതൽ പൊക്കോണ്ടിരിക്കുന്ന സാധനം ഓവർ ഹാഫ് മൂൺ വെറൈറ്റിയാണ് പോകുന്നത്. പ്ലക്കാർഡ്സ് പിന്നെ ഹോബിസ്റ്റുകൾ മാത്രമേ എടുക്കാറുള്ളൂ. പ്ലക്കാർഡ്സിൽ 4 വെറൈറ്റിയാണ് നമ്മൾ ചെയ്യുന്നത്. റെഡ്, യെല്ലോ, പിന്നെ ഗോൾഡൻ ഡംബോയർ, പിന്നെ വൈറ്റ്, ഇത്രയും പ്ലക്കാർഡ്സാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നിമോ കാൻഡിയുടെ പ്ലക്കാർഡ് ചെയ്യുന്നുണ്ട്. ഇത്രയും ഐറ്റംസ് നമ്മൾ പ്ലക്കാർഡ് വെറൈറ്റി ചെയ്യുന്നുണ്ട്. OHMലാണെങ്കിൽ സോൾ കളേഴ്സ് എല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. റെഡ്, യെല്ലോ, ബ്ലൂ, വൈറ്റ്, ബ്ലാക്ക്, ഇത്രയും ഐറ്റംസ് ചെയ്യുന്നുണ്ട്. പിന്നെ തായ് ഫ്ലാഗ്, മസ്റ്റാർഡ് ഗ്യാസ്, നിമോ കാൻഡി, നിമോ ഗാലക്സി, പിന്നെ യെല്ലോ ഗ്രിസിൽ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഉള്ള ഐറ്റംസും ചെയ്യുന്നത്. വൈൽഡ് ബെറ്റയിൽ ഏലിയൻ ബ്ലൂവും മലാച്ചായ് ഗ്രീനുമാണ് നമ്മൾ ചെയ്യുന്ന വെറൈറ്റീസ്. ഇത്രയാണ് നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ്. ഇത് നമ്മൾ ഇവിടെ കസ്റ്റമേഴ്സൊക്കെ വരുമ്പോൾ നമ്മൾ ഈ ബോട്ടിലിരിക്കുന്ന ഫിഷിനെ എടുത്ത് കാണിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ബോട്ടിലിരിക്കുന്ന ഫിഷ് ആകുമ്പോൾ എപ്പോഴും നമുക്ക് അതിനകത്ത് കാണാനൊരു ബുദ്ധിമുട്ട് വന്നുകൊണ്ടിരുന്നു. ഡിസ്പ്ലേ അത്ര പോരാ. ആ സമയത്താണ് നമ്മൾ ഈ ഡിസ്പ്ലേ റാക്ക് എന്ന് പറഞ്ഞൊരു സെറ്റപ്പിലോട്ട് വന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു ഡിസ്പ്ലേ റാക്ക് ചെയ്യുന്നതിനേക്കാൾ നല്ലത് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ 60 ക്യൂബ്സ് വരുന്ന ഈ റാക്ക് ചെയ്തിരിക്കുന്നത്. 60 എണ്ണമാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇതാകുമ്പോൾ നമുക്ക് ഈസി ടു ക്ലീനും ഈസി ടു ഹാൻഡിലുമാണ്. 2 ലിറ്റർ വെള്ളം ഇതിനകത്ത് കൊള്ളും. ഒരു സമയം നമുക്ക് ഒരു ഫിഷിനെ ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ അത് ഓൾമോസ്റ്റ് അതിനകത്ത് ഒരാഴ്ച വരെ നമുക്ക് അതിനകത്ത് നല്ല വാട്ടർ ചേഞ്ചൊന്നും ഇല്ലാതെ അതിനകത്ത് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒരു രീതിക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഡിസ്പ്ലേ റാക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ലൈറ്റിംഗ് സെറ്റിങ്സും ഒക്കെ വെച്ച് നല്ല കളർഫുള്ളായിട്ട് ചെയ്തു എന്നുള്ളതാണ്. ഇതിപ്പോൾ വരുമ്പോൾ ഇത് നിമോ കാൻഡി വെറൈറ്റിയാണ്. നിമോ കാൻഡിയുടെ ഒരു വെറൈറ്റിയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇത് വന്നിട്ട് റെഡിൻ്റെ തന്നെ ഒരു വെറൈറ്റി. ഇത് യെല്ലോ ഗ്രിസിൽ എന്ന് പറയുന്ന ഐറ്റം ഇതാണ്. പിന്നെ ഇത് വന്നിട്ട് ബ്ലൂ ബട്ടർഫ്ലൈ എന്ന് പറയുന്ന ഐറ്റം, ബ്ലൂ ബട്ടർഫ്ലൈ. ഇത് ഡംബോയർ, വൈറ്റ് ഡംബോയർ. ഇത് ഫാൻസി ഡംബോയേഴ്സ്.
ഇത് വൈറ്റ് OHM, എന്നിട്ട് വൈറ്റ് OHM ആണ്. എന്നിട്ട് ബ്ലൂ OHM, റോയൽ ബ്ലൂവിൻ്റെ ഒരു പീസാണ്, റോയൽ ബ്ലൂ OHM. പിന്നെ വരുന്നത് മസ്റ്റാർഡ് ഗ്യാസ് എന്ന് പറയുന്ന ഐറ്റം, മസ്റ്റാർഡ് ഗ്യാസ് എന്ന് പറയുന്ന ഐറ്റമാണിത്. പിന്നെ ഇത് വന്നിട്ട് ഗോൾഡൻ OHM. പിന്നെ ഓർക്കിഡ് ബ്ലാക്ക് എന്ന് പറഞ്ഞൊരു ഐറ്റം, ഓർക്കിഡ് ബ്ലാക്ക്. ഇതാണ് ഓർക്കിഡ് ബ്ലാക്ക്. ഇത് ഫാൻസി ഡംബോയ. ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ സെയിലിന് റെഡി ആയിട്ടുള്ള ഐറ്റംസ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഫിഷിനെ സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് റാക്ക് സിസ്റ്റത്തിലാണ്. 3 ലെയറുള്ള റാക്ക് സിസ്റ്റത്തിലാണ് നമ്മളിവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ഐറ്റം വൈസ് അല്ലെങ്കിൽ കളർ വൈസ് ഇതിനെ ഡിവൈഡ് ചെയ്ത് വയ്ക്കുക അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ബ്ലൂ, റെഡ് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്താണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ബോട്ടിൽ സിസ്റ്റം ഇങ്ങനെയുള്ള സ്ക്വയർ ബോട്ടിൽസാണ് ചെയ്തിരിക്കുന്നത്. ബോട്ടിലെല്ലാം മാസ്ക് ചെയ്തിട്ടുണ്ട്. മാസ്ക് ചെയ്തിരിക്കുന്നത് ഇത് പായൽ പിടിക്കാതിരിക്കാൻ, വെയിലടിച്ച് പായൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. മാസ്ക് ചെയ്യാത്തതിൻ്റെ പ്രശ്നം ഇതാണ്, ഇങ്ങനെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് ഇതിൻ്റെ വരും. ഇപ്പോൾ മീൻ വിസിബിൾ ആയിരിക്കില്ല. മാസ്ക് ചെയ്തിരിക്കുന്ന ഒരു സാധനത്തിൽ നമുക്കൊരിക്കലും പായലുണ്ടാവില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ബോട്ടിൽ ചെയ്യുന്നത്. ഒരു റാക്കിൽ 248 എണ്ണം നമുക്ക് ബോട്ടിൽ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇതിനൊരു റെയിൻ ഷവർ സിസ്റ്റം പോലെ ഒരു സംഭവമാണ്. ഡെയിലി വാട്ടർ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി ഈ ഇടയ്ക്കിപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർക്കാണിത്. അപ്പോൾ ഡെയിലി നമുക്ക് വാട്ടർ ചേഞ്ച് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ഓൺ ചെയ്താൽ മാത്രം മതി. ഇതിലൊന്ന് വാട്ടർ സ്പ്രിങ്കിൾ ചെയ്യും. അതനുസരിച്ച് വാട്ടർ ചേഞ്ച് നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റും. ഡെയിലി വാട്ടർ ചേഞ്ച് കൊടുക്കുന്നതാണ് ഒരു ബ്രീഡറെ സംബന്ധിച്ച് ഫിഷിൻ്റെ ആരോഗ്യത്തിനും എൻ്റെ ഹെൽത്തിനും ഒക്കെ ഏറ്റവും നല്ലത്, ഡെയിലി വാട്ടർ ചേഞ്ച് കൊടുക്കുക എന്നുള്ളതാണ്. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന റെയിൻ ഷവർ സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ നമ്മൾ മീനിന് വെള്ളം ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സിസ്റ്റത്തിൻ്റെ മെത്തേഡ്. ഇത് 11 ലൈൻസ് ഉണ്ട്. 11 ലൈൻസ് കാരണം 11 കുപ്പി നമുക്ക് വയ്ക്കാൻ പറ്റും. അങ്ങനെ 22 കുപ്പി, അങ്ങനെ 248ഓളം കുപ്പി നമുക്ക് അതിനകത്ത് വയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതിന് നമ്മൾ വച്ചിരിക്കുന്ന നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ യൂസ് ചെയ്യുന്ന എല്ലാ മെറ്റീരിയൽസും നമുക്കിതിന് യൂസ് ചെയ്യാം. ഇത് ഡ്രിപ്പ് ഇറിഗേഷൻ യൂസ് ചെയ്യുന്ന ഐ കണക്ടർ, അതിൻ്റെ ഡ്രിപ്പിൻ്റെ കണക്ടർ, ഇത്രയാണ് വെച്ചിരിക്കുന്നത്. ഇതിനെ നമ്മൾ ഇതേപോലെ ഒരു ട്യൂബ് ഇട്ട് ബോട്ടിലിനകത്തോട്ട് വയ്ക്കും. നമ്മൾ ഈ മെയിൻ പ്രഷർ പമ്പ് ഉപയോഗിച്ച് ഇവിടെ വെള്ളം പമ്പ് ചെയ്യുന്നത് ഇതിൽ വരും. ഇതിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് തുറന്ന് വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് ഇതിൽ വെള്ളം വരും. ഇത് ഒരേ സമയം ഈ 248 ബോട്ടിലും ഒരേ സമയം ഫില്ലാകുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ 248 ബോട്ടിൽ ഒരേ സമയം ഫില്ലാവും. അപ്പോൾ നമുക്ക് വാട്ടർ ചേഞ്ച് വളരെ ഈസിയാണ്. ബൾക്ക് ചെയ്യുന്നവർക്കൊക്കെ വാട്ടർ ചേഞ്ച് വളരെ ഈസിയാണ് ഈ സംഭവം വെച്ച് ചെയ്യുമ്പോൾ. ബൾക്ക് ചെയ്യുന്നവർക്ക് ഒരു മണിക്കൂർ കൊണ്ട് തന്നെ ഏതാണ്ട് 10,000-2,000 ബോട്ടിൽസ് വെള്ളം മാറിക്കഴിയും. 1 മണിക്കൂർ. ഇല്ലെങ്കിൽ ഒരു ദിവസത്തെ വർക്കാണ് 2,000 ബോട്ടിലൊക്കെ വെള്ളം മാറുകയെന്ന്. അതിന് വേണ്ടിയുള്ള ഒരു ഈസിയസ്റ്റ് മെത്തേഡാണിത്. ഇച്ചിരി എക്സ്പെൻസീവ് ആണ്. നമ്മൾ ചെയ്തെടുത്ത് വരുമ്പോൾ ഏതാണ്ട് ഒരു 12,000 രൂപ തൊട്ട് 15,000 രൂപ വരെ ചിലവുണ്ട് ഇത്രയും ബോട്ടിൽസ് ചെയ്ത് വരുമ്പോൾ, പമ്പ് ഉൾപ്പെടെ. പക്ഷേ നമുക്ക് മാക്സിമം യൂസ്ഫുള്ളാണ്. അത് നോക്കുമ്പോൾ നമ്മളെ ബൾക്ക് ചെയ്യുന്ന സെയിൽസൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും ഇത്രയും ഒരു വലിയ എക്സ്പെൻസ് അല്ല 15,000 രൂപയെന്ന് പറയുന്നത് ഇത്രയും വലിയ ബൾക്കിൽ ചെയ്യും. അപ്പോൾ നമ്മൾ ഈ കുഞ്ഞുങ്ങളെ റൈസ് ചെയ്യുന്ന സിസ്റ്റമാണ് ഇനി ഇവിടെ ചെയ്തിരിക്കുന്നത്. റാക്ക് സിസ്റ്റത്തിൽ തന്നെയാണ് ഇവിടെ ബാരൽ വെച്ചിരിക്കുന്നത്. ഇതൊരു ടെറസിൽ നമ്മൾ ചെയ്യുമ്പോൾ, നമ്മൾ ടെറസിലെ കൃഷി രീതിയിൽ വരുമ്പോൾ നമുക്ക് മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് കണക്കത്തെ 20 ടാങ്കാണ്, ബാരൽ ടാങ്കാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. 20 എണ്ണം. 20 എണ്ണത്തിൽ നമ്മൾ കുഞ്ഞുങ്ങളെ ഇറക്കി വിട്ട് വളർത്തി വലുതാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്യുന്ന ഈ ഇതെന്ന് പറയുന്നത് 30 ദിവസം കഴിഞ്ഞ കുഞ്ഞുങ്ങളാണ്. 30 ദിവസം കഴിഞ്ഞ കുഞ്ഞുങ്ങളെ നമ്മൾ ഇതിനകത്തേക്ക് ഇറക്കി വിടും. ഇവർ ഇതിനകത്ത് 45 ദിവസം വരെ ഇതിനകത്തേക്കാണ്. ഇതിൻ്റെ ഷൂട്ടേഴ്സ് വലുതായി വരുന്നത്. ഇപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കിയാൽ നമുക്ക് ഷൂട്ടേഴ്സിനെ കാണാൻ പറ്റും. ഇവരെ ആദ്യം നമ്മൾ ബോട്ടിൽ ചെയ്യും, പിന്നെ അടുത്തടുത്ത് വരുന്ന ആൾക്കാരെ ബോട്ടിൽ ചെയ്യും. അപ്പോൾ ഇതിനകത്ത് പെട്ടെന്ന് ഗ്രോത്ത് കിട്ടുന്നതനുസരിച്ച് നമുക്ക് ബോട്ടിൽ ചെയ്ത് മാറ്റാൻ പറ്റും. അപ്പോൾ അതിനുള്ള ഓപ്ഷനും ആണ് ഈ ബാരൽ ടാങ്ക് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നമുക്ക് വേസ്റ്റ് കളക്ഷനും വേസ്റ്റ് ക്ലീൻ ചെയ്യാനും വളരെ എളുപ്പമാണ്. കാരണം ടാങ്കിലെ സൈഡിൽ നിന്ന് എല്ലാ വേസ്റ്റും നടുക്ക് ഒരു സ്ഥലത്തേക്ക് ചെല്ലും. ഇതേപോലെ ഒരു സ്പോഞ്ച് ഫിൽറ്റർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഫിൽറ്ററിൽ നിന്ന് എടുത്ത് കഴുകി വൃത്തിയാക്കാം. ഫിൽറ്റർ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ വീണ്ടും കിടക്കുന്ന വേസ്റ്റ് എല്ലാം വലിച്ചു വെച്ചേക്കും, നമുക്ക് എടുത്ത് കഴുകി വൃത്തിയാക്കാം. ഇതൊരു വളരെ എളുപ്പം വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യാനും ഫിഷിന് അസുഖമൊന്നും വരാതെ നോക്കാനും ഒക്കെ പറ്റിയ ഒരിതാണ്. പിന്നെ ഇത് നമ്മുടെ ഇൻ ഔട്ട് സിസ്റ്റമാണ്. ഇതും ഓട്ടോമേറ്റഡ് തന്നെയാണ്.
ഇതിൽ കൂടെ വെള്ളം ഔട്ട്, വേസ്റ്റ് വാട്ടർ ഇതേപോലത്തെ ട്യൂബ് വെച്ച് നമ്മൾ വലിച്ച് കളയുകയാണ് ചെയ്യുന്നത്. ട്യൂബ് വെച്ച് വലിച്ച് കളയും. എന്നിട്ട് ഇതൊരു കോമൺ പമ്പിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ പമ്പിൽ കൂടെ വാട്ടർ ഇൻലെറ്റ് ഇതിനകത്തേക്ക് വരും. നമ്മൾ ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ ടാങ്കിൽ നമ്മൾ അസുഖം വരാതിരിക്കാൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇത്. ബദാം ഇല ഇങ്ങനെ കിഴി കെട്ടിയതിന് ശേഷം അത് ഇതിനകത്തേക്ക് ഇടും. ഇത് ഇതിനകത്ത് ഇടുമ്പോൾ ഇതിൻ്റെ എക്സ്ട്രാക്റ്റ് ഇതിൽ ഇറങ്ങിയിട്ട് കുഞ്ഞുങ്ങൾക്ക് മീനിന് അസുഖമൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് ഒരു സംഭവം ഇങ്ങനെ ഇട്ടേക്കുന്നത്. ഇതെല്ലാം 30 ദിവസം കഴിഞ്ഞ കുഞ്ഞുങ്ങളാണ്. ഇത് നമ്മുടെ ബോട്ടിൽ ചെയ്യാറായ മാർബിൾ ടൈപ്പ് ബെറ്റയുടെ കുഞ്ഞുങ്ങളാണ്. മാർബിൾ ബെറ്റയുടെ കുഞ്ഞുങ്ങളാണ്. മെയിലും ഉണ്ട് ഫീമെയിലും ഉണ്ട്. പ്ലക്കാർഡ്സ് ആണ് ഏറ്റവും കൂടുതലുള്ളത് അതിനകത്ത്. റെഡി ടു ബോട്ടിലാണ്, ബോട്ടിൽ ചെയ്യേണ്ട ടൈമായിട്ടുണ്ട്. ഇത് റെഡ് വെറൈറ്റി ഉണ്ട്, വൈറ്റ് ഉണ്ട്, ഗോൾഡൻ ഉണ്ട്, പിന്നെ ഓർക്കിഡ് ബ്ലാക്ക് ഉണ്ട്. ഇതൊരു ബാച്ച് ഒരു സമയത്ത് ഇറങ്ങിയതിനെ ഒന്നിച്ചിട്ടേക്കുന്നതാണ്. ആ സമയത്ത് നമുക്ക് ടാങ്ക് ഫ്രീ ആയിട്ടുണ്ടായിരുന്ന ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇതിനകത്തോട്ട് ഇറക്കി വിട്ടതാണ്. അങ്ങനെയാണ് ഇതെല്ലാം കൂടെ മിക്സ്ഡ് ആയി കിടക്കുന്നത്. പക്ഷേ വേറെ ഇഷ്യൂസൊന്നുമില്ല. ഇതിൽ കൂടുതൽ ഗ്രോത്ത് വരുന്നതിനെ നമ്മൾ ബോട്ടിൽ ചെയ്യാനായിട്ട് എടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ കുഞ്ഞുങ്ങളെ ടാങ്കിലേക്ക് ഇറക്കി വിടുന്നതിന് മുമ്പുള്ള ടാങ്ക് പ്രിപ്പറേഷൻ ആണ് നമുക്ക് വേണ്ടത്. ടാങ്ക് പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ ടാങ്ക് എങ്ങനെ കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇതിപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടാങ്കാണ്. ഈ ടാങ്കിനകത്ത് നേരത്തെ ഉണ്ടായിരുന്ന ഫിഷുകളെയൊക്കെ മാറ്റി പുതിയ ഇതിനകത്തോട്ട് കുഞ്ഞുങ്ങളെ ഇറക്കി വിടാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന ടാങ്ക് നല്ലോണം കഴുകി വൃത്തിയാക്കും. അതിനുശേഷം ഫുള്ള് വെള്ളം നിറച്ചതിന് ശേഷം പൊട്ടാസ്യം പെർമാംഗനേറ്റ് കലക്കി നിർത്തിയിരിക്കും. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഒരു ഡിസിൻഫെക്റ്റൻ്റ് ആണ്. ഇതിനകത്തുള്ള വരുന്ന എന്തെങ്കിലുമൊക്കെ അണുക്കളുണ്ടെങ്കിൽ അതെല്ലാം ഇത് നിറച്ച് ഇട്ടിരുന്നാൽ ചത്തുപോകും. ഇത് 48 മണിക്കൂർ വരെ ഇങ്ങനെ നിറച്ചിട്ടതിന് ശേഷം നമ്മൾ ഈ വെള്ളം വലിച്ച് കളഞ്ഞിട്ട് പുതിയ വെള്ളം നിറച്ച് ഫിഷിനെ ഇറക്കി വിടാനാണ്. പുതിയ വെള്ളം നമ്മൾ നിറച്ചിട്ട് 3 ദിവസം ബദാമില ഇട്ടേക്കും. ആ 3 ദിവസം കഴിഞ്ഞ് കണ്ടീഷനായ വെള്ളത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മീനിനെ ഇറക്കി വിടുന്നത്, കുഞ്ഞുങ്ങളെ ഇറക്കി വിടുന്നത്. 30 ദിവസം പ്രായമായ കുഞ്ഞുങ്ങളെ ഇറക്കി വിടുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ റിയറിങ്, അല്ലെങ്കിൽ ഇത് ഗ്രോ ടാങ്ക് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിനകത്തു നിന്നാണ് ഇത് വളർച്ചയിലോട്ട് വരുന്നത്. ഇതങ്ങനെ ഇറക്കി വിട്ട ഒരു ടാങ്ക് സെറ്റപ്പിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളാണ്. ഇതിൻ്റെ തൊട്ട് മുകളിൽ ഇത് റോയൽ ബ്ലൂ ഐറ്റത്തിൽ വരുന്ന കുഞ്ഞുങ്ങളാണ് കിടക്കുന്നത്. നമ്മൾ അടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഏഞ്ചൽസാണ്. കോയി ഏഞ്ചൽസിൻ്റെ കുഞ്ഞുങ്ങൾ ഒരു 2 ബാച്ച് വിരിഞ്ഞിറങ്ങി നമുക്ക് കിട്ടിയിട്ടുണ്ട്. വലിയ ഗ്രോത്തുള്ള സാധനമാണ്, നല്ല ഗ്രോത്തുള്ള സാധനം, വലിയ സൈസായിട്ടുണ്ട്. കോയിൻ സൈസൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, നല്ല കളറുണ്ട്. ഇത് നമ്മളിപ്പോൾ കൊമേഴ്സ്യലായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ആസ് എ ഹോബി നമ്മൾ ചെയ്യുന്നതാണ്. പക്ഷേ ഉടനെ തന്നെ വലിയ രീതിയിൽ ഹോബിയായിട്ട് കൊമേഴ്സ്യലായിട്ട് തന്നെ ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ബ്രൂഡ് സ്റ്റോക്കൊക്കെ നമ്മളടുത്ത് എത്തിയിട്ടുണ്ട്. നല്ല എഗ് ലോഡായ ബ്രൂഡ് സ്റ്റോക്കൊക്കെ നമ്മളടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫിഷെല്ലാം നമ്മൾ കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കുന്ന കൊറിയർ വെച്ചിട്ടാണ്, കൊറിയർ വഴിയാണ്. അപ്പോൾ കൊറിയർ അയക്കുന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് കസ്റ്റം മെയ്ഡ് കവറാണ്. ഇപ്പോൾ ഇത് നമ്മൾ കമ്പനിയിൽ നിന്ന് ചെയ്തെടുക്കുന്ന കവറാണ്. അപ്പോൾ ഇതിൻ്റെ തിക്നെസ് തന്നെ കാണുമ്പോൾ നമുക്കറിയാം, നല്ല 5 പ്ലൈ എന്ന് പറയുന്ന കവറാണ്. 5 പ്ലൈ ആകുമ്പോൾ തന്നെ നല്ല കട്ടിയാണ്. ഇതിൽ കയറി നിന്നാൽ കൂടെ ഈ കവർ പൊട്ടില്ല. അങ്ങനത്തെ കവറിൽ നമ്മൾ പാക്ക് ചെയ്താണ് ഈ ഫിഷിനെ അയക്കുന്നത്. ഇന്ത്യയുടെ എല്ലാ ഭാഗത്തേക്കും നമ്മൾ ഫിഷിനെ അയക്കുന്നുണ്ട്. 20 ദിവസം വരെ ലൈവായിട്ട് ഫിഷ് നമ്മുടെ കവറിനകത്ത് ലൈവായിട്ട് ഇരിക്കും എന്നുള്ളതാണ് നമ്മുടെ ഗ്യാരണ്ടി. പിന്നെ ഫിഷ് അയക്കുന്നതിന് മുമ്പ് നമ്മൾ ഫീഡ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഫിഷ് വേസ്റ്റ് ഒന്നും വെള്ളത്തിൽ വീഴാതെ നല്ല ക്വാളിറ്റിയിൽ നമുക്ക് ഫിഷിനെ അയക്കാൻ പറ്റും. ഇപ്പോൾ കൊറിയർ ആവശ്യക്കാരെ എത്ര ആവശ്യപ്പെട്ടാലും നമുക്ക് കൊറിയർ അയക്കാനുള്ള ഐറ്റംസ് നമ്മുടെ അടുത്തുണ്ട്. അതിനുള്ള എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. ഇപ്പോൾ സീൽഡ് കവറിലാണ് അയക്കുന്നത്. സീൽഡ് കവറിൽ അയക്കുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എയർ ഒരു കാരണവശാലും അതിനകത്തുനിന്ന് ലീക്ക് ഉണ്ടാവില്ല. എയർ ലീക്ക് ഉണ്ടാകാത്തതുകൊണ്ട് തന്നെ ഫിഷ് സേഫായിട്ട് കസ്റ്റമേഴ്സിൻ്റെ കയ്യിലെത്തും. അപ്പോൾ അതിനുവേണ്ടി നമ്മളിപ്പം പുതിയ ടെക്നോളജിയിലൊക്കെ ഉള്ള സീലിംഗ് മെഷീൻസൊക്കെ എടുത്തിട്ടുണ്ട്. അതനുസരിച്ചാണ് ഇപ്പോൾ നമ്മൾ കൊറിയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ജോയിച്ചേട്ടൻ്റെ ഫിഷ് ഫാമിലെ മീനുകളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പിന്നിൽ ജോയിച്ചേട്ടൻ മാത്രമല്ല ഉള്ളത്, ജോയിച്ചേട്ടൻ്റെ മോള് അഷ്നയുണ്ട്, വൈഫ് പ്രീത ചേച്ചിയുണ്ട്.
ഇവർ രണ്ടുപേരുമാണ് ചേട്ടൻ്റെ കട്ട സപ്പോർട്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ ഫൈറ്ററിനെയൊക്കെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ജോയിച്ചേട്ടൻ്റെ നമ്പർ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കുറേ നല്ല വീഡിയോകൾ ജോയിച്ചേട്ടൻ്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട്, വൈൽഡ് ബെറ്റ ട്രിവാൻഡ്രം എന്നാണ് ആ ചാനലിൻ്റെ പേര്. അതിൽ കയറി നിങ്ങൾക്ക് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ചേട്ടൻ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ചേട്ടനെ എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. മീനുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിലും വിളിക്കാം. നല്ല ഭദ്രമായിട്ട് കൊറിയർ ചെയ്ത് ചേട്ടൻ നിങ്ങളുടെ സ്ഥലത്തെത്തിച്ചേരും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.